തൃശൂർ ബസിലിക്കയിൽ ബധിരരും മൂകരുമായ മക്കൾക്ക് വേണ്ടിയുള്ള വിപുലമായ സ്നേഹസംഗമം ജ്വലനം എന്ന പേരിൽ സംഘടിപ്പിക്കപ്പെട്ടു. പ്രത്യാശയുടെ തീർത്ഥാടകരാവുക എന്ന കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷത്തിലെ സന്ദേശം ഉൾക്കൊണ്ട് തൃശൂർ ബസിലിക്കയുടെ ശതാബ്ദി വർഷത്തിലായിരുന്നു ഈ വേറിട്ട പരിപാടി. ഈ സ്നേഹസംഗമം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അർപ്പിച്ച ദിവ്യബലിയോടെ ആരംഭിച്ചു. സംവാദം നടത്തി ലോകത്തിന് ശാന്തി കൈവരിക്കാനും മനുഷ്യർ തമ്മിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുവാനും കൂടുതൽ ശ്രവിച്ച് കുറച്ച് മാത്രം സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ കാലഘട്ടത്തിന് അനിവാര്യമെന്നും മാർ നീലങ്കാവിൽ പറഞ്ഞു. വൈകല്യങ്ങളുണ്ടായിരുന്ന മക്കൾക്ക് അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമായി ശരിയായി ആശയവിനിമയം നടത്താൻ കഴിയാതിരുന്നതുകൊണ്ട് കുടുംബങ്ങളിൽ വിവിധ അസ്വസ്ഥതകൾ സാധാരണമായിരുന്നു. അതിനൊരു നല്ല പരിഹാരമായി ഈ രംഗത്തെ വിദഗ്ധരുടെ സേവനം ഇവർക്ക് നൽകിയപ്പോൾ ഈ കുടുംബങ്ങളിൽ സ്നേഹാരൂപിയും ഊഷ്മളമായ കാഴ്ചപ്പാടും ലഭ്യമായി. ഒട്ടും തന്നെ ശ്രവണശക്തി ഇല്ലാത്ത ബധിരമൂക സഹോദരങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ ഒരു ദശകമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം വേറൊരു ദേവാലയത്തിലും ഇതുവരെ രൂപപ്പെട്ടില്ലെന്നും സമീപഭാവിയിൽ എല്ലാ ദേവാലയങ്ങളിലും രൂപപ്പെടട്ടെ എന്നും മാർ ടോണി നീലങ്കാവിൽ ആശംസിച്ചു. സ്നേഹസംഗമത്തിൽ 300-ലധികം ബധിരമൂകരായ മക്കളും അവരുടെ മാതാപിതാക്കളും പങ്കെടുത്തു. ചടങ്ങിൽ ബസിലിക്ക റെക്ടർ ഫാദർ തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. എബി ചെറിയാൻ പ്രസംഗിച്ചു. ഈ മക്കളുടെ ശാരീരികവും വൈകാരികവും ബൗദ്ധികവുമായ വികാസത്തെ പ്രോത്സാഹിപ്പിക്കുവാനും അവരെ പിന്തുണയ്ക്കുവാനുമുള്ള മാർഗങ്ങളെപ്പറ്റി വിദഗ്ധർ നയിച്ച ക്ലാസുകളും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു.